ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നുവന്നിരിക്കുന്നത്. പ്രത്യേകത ഈ പ്രദേശത്ത് കടന്നുവരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെയേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ തരുണത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകം വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് പകൽ ഞങ്ങൾ ഈ ദേശത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്തതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ലോകത്തേക്ക് ഏറ്റവും നോക്കിയാൽ നമുക്കെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ സന്തോഷത്തിന് വേണ്ടി ആളുകൾ പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ ഈ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി അവർ മദ്യത്തിൽ ആശ്രയിച്ചുകൊണ്ടും ലഹരി പദാർത്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ടും ഓരോ ദിവസവും അവർ തന്നു നീക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവരെല്ലാം മനുഷ്യർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അവന് ഒരു സന്തോഷം ആവശ്യമാണ്. ഈ ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ചോദിച്ചാൽ അവൻ ഏതെങ്കിലും ഒരു മദ്യത്തിൽ ആശ്രയിച്ച് മയക്കുമരുന്നിൽ ആശ്രയിച്ചുകൊണ്ടാണ് താൻ അവൻ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ മദ്യം കൊണ്ട് മനുഷ്യൻ അനുഭവിക്കുന്ന വേദന വളരെ ദുരിതം നിറഞ്ഞൊരു കാര്യമാണെന്ന കാര്യം നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ലോകത്തേക്ക് എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ സന്തോഷിക്കപ്പെടുന്ന കാര്യമെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടി എല്ലാവരും ചോദിച്ചാൽ പറയും മദ്യത്തിൽ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ പറയും, ഞങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മദ്യത്തിൽ ആശ്രയിക്കുന്നത്, ഞങ്ങൾ ഈ കഞ്ചാവിൽ ആശ്രയിക്കുന്നത്, ഞങ്ങൾ ഈ മയക്കുമരുന്നിൽ ആശ്രയിക്കുന്നതെന്ന് എല്ലാ ജനങ്ങളും ഒരുപോലെ പറയും. എന്നാൽ അപ്പൊ ജനങ്ങളെല്ലാം പറഞ്ഞ കാര്യമുണ്ട്, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യനാണ് മദ്യത്തിന് അടിമയായിത്തീരുന്നത്, കഞ്ചാവിന് അടിമയായിത്തീരുന്നത്. അതിന് ഓരോ ദിവസവും മനുഷ്യരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അതിന്റെ അകത്തു നിന്ന് നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ? നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറ, നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ മദ്യത്തോട് വിട പറയണം, നമ്മൾ ഈ മയക്കുമരുന്നിനോട് വിട പറയുന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. മദ്യത്തിന് ആശ്രയിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഈ മദ്യത്തിന് ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. മനുഷ്യൻ മദ്യമായ കൊണ്ട് അവൻ മദ്യത്തെ ആശ്രയിക്കുമ്പോൾ അവനെ കാർന്നു പിടിക്കുന്ന അനേകം മാരക രോഗങ്ങൾ അവനെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് അവനെ അടിമയായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല. എന്നാൽ ചില നാളുകൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തന്നെ അവരുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുക. ഞാൻ കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുവാനായിട്ട് വന്നത് ഇങ്ങനെയാണ്. നല്ലൊരു യൗവനക്കാരൻ, അദ്ദേഹം ചെറിയ ചക്രവേദന ഉണ്ടായി. എല്ലാവരും പറഞ്ഞു നീ ആശുപത്രി പോയി മരുന്ന് മേടിക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, ഇല്ല, നമുക്ക് നാളെ പോയി മരുന്ന് മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നും താൻ പോയി മദ്യം കഴിച്ചു. ആ രാത്രിയിൽ അസ്വസ്ഥമായി ഉറങ്ങി. പ്രഭാതത്തിൽ അവർക്ക് നോക്കുമ്പോൾ നല്ല യൗവനക്കാരൻ മരിച്ചു കിടക്കുന്ന അവസ്ഥ കാണാനിട വന്നു. അതുകൊണ്ട് മദ്യത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ താഴ്മയായി ദേശത്തെ വിളിച്ചു പറയുക, മദ്യപാനത്തിൽ നിന്ന് മാറ്റം വന്നേ മതിയാകൂ, മദ്യത്തോട് വിട പറഞ്ഞേ മതിയാകൂ. സമൂഹമേ, നമ്മുടെ പലരും രക്ഷിക്കുവാൻ, നമ്മുടെ സമൂഹം രക്ഷപ്പെടാൻ നമ്മൾ മദ്യത്തോടും മയക്കുമരുന്നൊക്കെ വിട പറയുമെങ്കിൽ വലിയ സമാധാനം നമുക്ക് ഉണ്ടാകുമെന്ന കാര്യം ഇന്ന് പകരം ദേശത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് പറയുന്നു, ജീവിതത്തിന്റെ അകത്ത് സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അല്പം നേരം നീ കഴിക്കുന്ന മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി എന്തെങ്കിലും കഴിക്കുന്നുവെങ്കിൽ അത് നിന്നെ കൊണ്ട് എത്തിക്കുന്നത് ഒരു വിട കയറിന്റെ അകത്ത്, അല്പ വിഷത്തിന്റെ അകത്ത് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യം ഇന്ന് പകൽ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ പറയും, അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു ഞങ്ങൾക്ക്, അതുകൊണ്ട് മദ്യപന്മാരെ മദ്യത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ ശാസ്ത്രം കണ്ടുപിടുത്തം നടത്തി. അതെന്താ ഗുളിക കണ്ടുപിടിച്ചു. അത് ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? മദ്യപിക്കുന്ന മനുഷ്യനറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ഈ ഗുളിക കലക്കി കൊടുക്കും. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒക്കെ കഴിയുമ്പോൾ എന്ത് അറിയുമോ? തന്റെ ജീവിതത്തിൽ നിന്ന്
മദ്യപാനത്തിന് തനിക്ക് മാറ്റം വരും. ആ കുടുംബത്തിന് എന്ത് സന്തോഷമെന്ന് അറിയുമോ? സ്നേഹിത, ഒരു ദിവസം നീ മദ്യത്തോട് വിട പറയുമ്പോൾ നിന്റെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം വളരെ വിലപ്പെടുന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഒരു മാസമായി 2 മാസമായി അതിന് ഗുളികയുടെ ശക്തിയൊക്കെ അങ്ങ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും ആ മനുഷ്യൻ മദ്യത്തിൽ ആശ്രയിക്കേണ്ടി വന്നു. ആദ്യം മദ്യപാനം മാത്രമേ തന്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ ഗുളികയുടെ ശക്തി ചേർന്ന് ഇപ്പോൾ ഇന്ന് യഥാർത്ഥമായിട്ട് പറഞ്ഞ ഒരു മാനസിക രോഗിയെ പോലെ തകർന്ന എത്ര കുടുംബങ്ങൾ നമുക്ക് ദേശത്ത് കാണാൻ കഴിയും. ഇന്ന് പകൽ ദേശത്തോട് ശതമായി പറയാം, ഡോക്ടർമാർക്ക് കഴിയാത്തത് അത് മാത്രമല്ല, പിന്നെ പോലീസുകാർ തന്നെ പെട്ടിക്കേസുകൾ അവരുടെ നടക്കുന്ന ലാത്തി ചാർജ് കൊണ്ടും നിന്റെ ജീവിതത്തിന്റെ അകത്ത് മദ്യത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, അതിൽ നിന്ന് നിന്നെ മാറ്റം വരുത്തുന്ന ഡോക്ടർക്ക് കഴിയാത്തത് പോലീസുകാരുടെ അടികൊണ്ടോ അവരെ പെട്ടിക്കേസ് കൊണ്ടോ നിന്റെ മദ്യപാനത്തിന് മാറ്റം വരാതിരിക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഉത്തരം നല്ല വാർത്തയാണ്. സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ഏത് സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ മലഭോജനിടയിൽ ഈ സുവിശേഷം കടന്നു ചെന്നു. മലഭോജനം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പച്ചക്ക് തിന്നുന്ന ആഫ്രിക്കയിൽ വനാന്തരത്തിനിടയിൽ മലഭോജനിടയിൽ സുവിശേഷമായി ഇവിടുന്ന് അനേക മിഷനറിമാർ ഇവിടെ കടന്നു ചെന്നു. എന്നാൽ ഈ സുവിശേഷത്തിന് മുമ്പില് അനേക മലഭോജികള് ഈ സുവിശേഷത്തെ അംഗീകരിച്ചു, അവർ യേശുവിനെ അംഗീകരിച്ചു, അവർ യേശുവിന് വേണ്ടി ജീവിക്കാൻ അവർ തയ്യാറായി. അന്ന് രാത്രി ഒരു മീറ്റിംഗിനകത്ത് ഇവിടുന്ന് പോയ ഒരു നിവാസൻ ആ മലഭോജികളായ മനുഷ്യരോട് ചോദിച്ചു, അല്ലയോ മലഭോജികളെ, ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ മലഭോജിയിൽ നിന്ന് ഉത്തരം പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലയോ ദൈവദാസ, ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഇന്ന് പ്രിയ ദൈവദാസൻ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചങ്കുറപ്പോടെ നിൽക്കാൻ കാരണം. അല്ലെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ആഹാരം പ്രിയ ദൈവദാസനായി തീർന്നേനെന്ന് പ്രിയ നരഭോജിയുടെ പ്രിയരുടെ വന്നു. ഇന്നിപ്പോൾ ദേശത്തോട് പറയട്ടെ, നരഭോജികളെ നരസ്നേഹിയാക്കി മറ്റു മാർഗമുണ്ടെന്ന് ചോദിച്ചാൽ പോലീസുകാരെ ലാത്തിച്ചാർജ് കൊണ്ടോ അവിടെ നിന്ന് പെറ്റിക്കേസ് കൊണ്ടോ അവിടെ നിന്ന് അടി കൊണ്ടോ ഇടികൊണ്ടല്ല ഇന്ന് ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. ഇന്ന് ദേശത്തോട് പറയാം, നിന്റെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും കഴിവുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഉത്തരം നല്ല വാർത്തയാണ്. സുവിശേഷം നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അടിവരവിട്ട് പറഞ്ഞാൽ സുവിശേഷം ഒരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു മതത്തിന്റെ പ്രസംഗമല്ല. പിന്നെയോ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മാർഗമാണ്. എന്താണ് മാർഗം? ഒന്ന്, നിന്റെ ജീവിതത്തിൽ സമാധാനം തരുന്ന മാർഗം. 2, സന്തോഷം തരുന്ന മാർഗം. മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്ന മാർഗം. അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണം ചോദിച്ചാൽ ഈ സുവിശേഷ വക്താവെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് പകല് ഈ ദേശത്ത് നിന്നുകൊണ്ട് വെള്ളയാകുള്ള ദേശത്ത് നിന്നുകൊണ്ട് വിളിച്ചവരെയും ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുവാനും സമാധാനം തരാനും സന്തോഷം തരാനും കഴിവുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പാടുവാൻ കാരണം, ഇങ്ങനെ പ്രസംഗിക്കപ്പെടുവാൻ കാരണമെന്ന് നാം തിരിച്ചറിയണം. യേശു ക്രിസ്തു ആരാണ്? ഇന്ന് പകല് എന്റെ വാക്കുകൾ വേഗം നിർത്താം. യേശു ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് അനേക ഉത്തരങ്ങൾ പറയാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും യേശു ക്രിസ്തു ആരാണ്? ഉത്തരം ചിലർ പറയും യേശു ക്രിസ്തു മറിയയുടെ മകനാണ്, യേശു ക്രിസ്തു യോസേഫിന്റെ മകനാണ്, യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. അനേക ഉത്തരം ഒന്നൊന്നായി പറയുമ്പോൾ ഇന്ന് പകൽ വിശുദ്ധ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, യേശു ക്രിസ്തു ആരാണെന്ന ഉത്തരം അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ വിളിച്ചു പറയാം, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു അവൻ ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവെന്ന് പറയാൻ കാരണം? അത് തിരിച്ചറിയണം. ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ മനുഷ്യരുടെ വന്നു. ആ പാപത്തിന് രക്ഷിപ്പാൻ അന്ന് മുതൽ മനുഷ്യൻ ഓടുകയാണ്. അനേക മലകൾ സന്ദർശിക്കുന്നു, അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അനേക മലകൾ കയറുന്നു, അനേക ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെയൊന്നും മനുഷ്യൻ യഥാർത്ഥമായിട്ട്
അവരുടെ പാപത്തിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. എല്ലാ മതങ്ങളും വിളിച്ചു പറയുന്നു മനുഷ്യരെല്ലാം പാപികളാണ്. ഹൈന്ദവവേദം വിളിച്ചു പറയുകയാണ് തപസ്സോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. ഇസ്ലാം വേദം വിളിച്ചു പറഞ്ഞാൽ ഇബ്ലീസിന്റെ കുത്ത് ഏൽക്കാത്ത ഒരു ഒറ്റ വ്യക്തി പോലും ദുനിയാവിലില്ല എന്ന് വിളിച്ചു പറയുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ അതിന് തലമാന ശൈലി പറയുകയാണ്, ഇതാ ഞാൻ അകത്യത്തിലൊരുവായി പാടത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭംധരിച്ചു. അപ്പൊ എല്ലാ മതങ്ങളും ശക്തമായി വിളിച്ചു പറയുന്നത് മനുഷ്യൻ ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ നികുതിദായകരോടും നഗരസഭാ പരിധിയിൽ പൊളിച്ചു നീക്കിയിട്ടുള്ള പാപത്തെ ക്ഷമിക്കപ്പെടുന്നു. എന്നാൽ ഈ പുതിയ നിയമകാലത്തിന് പിതാവായ ദൈവം ഹൃദയത്തിന്റെ അകത്ത് പറഞ്ഞ കാര്യമാണ്, ഒരു മനുഷ്യന്റെ പാപത്തിൽ വിടുവിക്കപ്പെടണമെങ്കിൽ പാപമില്ലാത്തവൻ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് മരിക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കപ്പെടാൻ ഉള്ള കാരണം. നമ്മളെല്ലാവരും ഡിസംബർ മാസം 25-ാം തീയതി യേശുവിന്റെ ജനനം കൊണ്ടാടുകയാണ്. എല്ലാവരും യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. മാലാഖമാർ പാടുന്നത് ഇങ്ങനെയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാലാഖമാർ ഇങ്ങനെ പാടിക്കൊണ്ട് യേശുവിന്റെ ജനനം, എല്ലാവരും യേശുവിന്റെ ജനനം കൊണ്ടാടി. പക്ഷേ അടുത്ത ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ക്രിസ്തുമസ് കേരളം ആഘോഷിച്ചതിന്റെ കാരണത്താൽ 2000 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർത്തെന്ന് പറയുകയാണ്. ഞാൻ പറയും സ്നേഹിത, യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ, യേശു നിന്നിൽ ജനിച്ചെങ്കിൽ നീ മദ്യത്തോട് വിട പറയും, നീ മയക്കുമതിനോട് വിട പറയും. ഇന്ന് പകലിന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്ത്യാനി എന്ന പേരിന് നീ അഭിമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തിൽ ജനിച്ചാൽ, യേശു നിന്നിൽ ജനിച്ചാൽ നീ മദ്യത്തോട് വിട പറയും, മയക്ക് മരുന്നോട് വിട പറയുമെന്ന് ഇന്ന് പകൽ നീ മറന്നു പോകരുത്. അതാണ് യേശു. പുൽക്കൂട്ടി ജനിച്ചാൽ മദ്യത്തോട് വിട പറയത്തില്ല. നിന്റെ വീട്ടിൽ ജനിച്ചൊരു കാര്യം യഥാർത്ഥമായിട്ട് യേശു നിന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ. യേശു നിന്നിൽ ജനിക്കാൻ ഇന്ന് പകൽ ഈ ദേശത്തോട് ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്. അതിന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ കാനാവിന്റെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവായ യേശു തന്റെ അത്ഭുത പ്രവൃത്തി ഈ ലോകത്ത് കർത്താവ് വെളിപ്പെടുത്തി. അങ്ങനെ കർത്താവ് അത്ഭുതം ചെയ്ത സമയത്ത് കർത്താവ് യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കർത്താവ് യേശുവിന്റെ 33 തിരുവയസ്സിൽ ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്റെ പ്രിയ ശിഷ്യനായ യേശു ഒറ്റപ്പെടുത്തുകൊണ്ട് യേശുവിനെ അവരെ പിടിച്ചുകൊണ്ട് കടന്നു വന്നു. 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും യേശുവിന്റെ മേൽ കണ്ടില്ല. ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയാം, മാറി മാറി അവര് രാജാക്കന്മാർ മാറി മാറി യേശുവിനെ ചോദ്യം ചെയ്തിട്ടും ഒരു കുറ്റവും യേശുവിനെ മേൽ ആരും കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്നേഹിത യേശുവിനെ ക്രൂശിക്കുവാൻ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കാൻ കാരണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെയും നിന്റെയും സകല പാപവും പിതാവായ ദൈവം യേശുവിനെ മേലാക്കി തീർക്കുവാനാണ് വന്നു. ഇന്ന് പകൽ ദേശത്തോട് വളരെ ശാന്തമായ കാര്യം പറയാം. ജീവിതത്തിന്റെ അകത്ത് നാളുകളായി ഇന്ന് പകൽ യേശുവിനെ ഈ കവൻമോറിൽ നിന്ന് പ്രസംഗിക്കപ്പെടാൻ കാലമെന്ന് ചോദിച്ച ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്ന് പകൽ യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾ ആവേശമെന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ഞങ്ങളെ, എല്ലാവരും തള്ളിക്കളഞ്ഞ ഞങ്ങളെ, ജാതിയുടെ പേരും വർഗത്തിന്റെ പേരും വർണ്ണത്തിന്റെ പേരും മാറ്റി നിർത്തി ഞങ്ങളെ ചേർത്ത് പിടിച്ച ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് പകല് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടും ഞാൻ ചങ്കുറ്റുമെന്ന് പറഞ്ഞാൽ അതാവുന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. കർത്താവ് യേശുവിനെ അവർ പിടിച്ചു. പീലാത്തോസിന്റെ ഗമന എന്ന കത്തളത്തില് കർത്താവ് യേശുവിനെ കൊണ്ടുവന്നു. പീലാത്തോസിന്റെ കാര്യം പറഞ്ഞു, ഇവനെ അടിച്ചേക്ക് വിട്ടേക്കാം. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാപോലെ വളച്ചു നിർത്തും. 1 മുതൽ 39 അടി യേശുവിനെ പുറത്ത് അനുവദിച്ചു. അടിക്കുന്ന ചാട്ടവാറുകൾ പ്രത്യേകതയുണ്ട്. അസ്ഥികളും ഈയക്കെട്ടുകളും ചൂണ്ടക്കൊണ്ടുകൊണ്ട് നിറഞ്ഞ 2 ചാട്ടവാറുമായി 2 പട്ടാളക്കാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഒരു ദാക്ഷിണ്യം കൂടാതെ യേശുവിന്റെ പുറത്ത് ചാട്ടവാറുകൾ അനുവദിച്ചു. റോമൻ
റോമ ഗവൺമെന്റിന്റെ അവരുടെ ശബ്ദങ്ങൾ കൂട്ടിപ്പിടിച്ച് യേശുവിന്റെ താടി രോമങ്ങൾ അവർ പിഴുതെടുത്തു. തലയിൽ ഒരു മുൾക്കിരീടം അവർ തലയിൽ അടിച്ചിറക്കുവരുടെ വന്നു. തീർന്നില്ല, പച്ച പൈമര കുരിശുമായി യേശുവിന്റെ മേൽ അവർ വെക്കുവരുടെ വന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകൽ ദേശത്തോട് ചോദിക്കട്ടെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി എന്ന പേരിന് മാത്രം അഭിമാനിക്കുന്ന ദേശത്തോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. യഥാർത്ഥമായിട്ട് യേശു എന്തിനു വേണ്ടി മരിച്ചു, യേശു ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. എന്റെയും നിന്റെയും സകല പാവം ഏറ്റെടുത്തുകൊണ്ട് അതാ യെരൂശലേം തെരുവിൽ കൂടി നടന്നുപോലെ ഒരാളെ കണ്ടോ, അവന്റെ പേര് കർത്താവായ യേശു. യേശു കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് ചെന്നു. ഇന്ന് പകൽ ആ കരയുന്നവരെ നോക്കിക്കൊണ്ട് യേശു ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവീൻ. ഇന്ന് പകൽ ഈ ദേശത്തോട് കാര്യം പറയാം. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ പേര് പറഞ്ഞ കാരണം ഒത്തിരി പേരുണ്ട്, ഇല്ലേ? ദേശത്തേക്ക് നോക്ക്, യേശുവിന്റെ പേര് പറഞ്ഞ് കരയുക, യേശുവിന് വേണ്ടി കരയുക. ഇവിടെ ഇന്ന് പകൽ ഈ ദേശത്തോട് വെള്ളാമ്പുഴ പ്രദേശത്ത് പറയാം, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട. പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മാതാവ് ഗർഭിണിയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നന്റായി കഴിയുമ്പോൾ ആ മാതാവ് അനുഭവിക്കുന്ന വേദന എത്ര നേരം നമുക്കറിയാമോ? ആ മാതാവിന് എല്ലാ സ്ഥലത്തും കടന്നു പോകാൻ കഴിയത്തില്ല. എല്ലാ സന്തോഷമുള്ള വീട്ടിലോ മറന്ന വീട്ടിലോ അല്ലെങ്കിൽ കല്യാണ വീട്ടിലോ ഒന്നും കടന്നു പോകാതെ ആ മാതാവിനെ സഹിക്കുക. എന്തിനു വേണ്ടില്? തന്റെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിന് വേണ്ടി. നിങ്ങൾക്കറിയാമോ, ഒരു ലോകത്ത് ആ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആ പ്രിയ മാതാവായിരിക്കും, പിന്നെ അതിന്റെ അച്ഛനായിരിക്കും. എന്തോരം വിഷയം വന്നാലും ആ മാതാവിന് തള്ളിക്കളയത്തില്ല, കേട്ടോണം. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, തന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞ്, അതിന് 2 കൈയുണ്ടോന്ന് ഈ മാതാവിന് അറിയത്തില്ല, അതിന് മമ്മ മുത്തിയാണെന്ന് അറിയത്തില്ല, 2 കാലുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഈ മാതാവ് അതിനെ ഒത്തിരി സ്നേഹിക്കുക. അങ്ങനെ 10 മാസം ചുമന്ന് നൊന്ത് ഈ മാതാവ് പ്രസവിച്ചതിന് ശേഷം നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ വളർന്ന് മുന്നോട്ട് കടന്നു പോവുകയാണ്. പക്ഷെ ഇന്ന് പകൽ ദേശത്തോട് ഒരു കാര്യം വിളിച്ചു പറയാം. 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വിളിച്ചു വന്ന കാര്യമുണ്ട്. യേശുവിന്റെ പേര് പറഞ്ഞ് കരയേണ്ടെന്ന് പറയാൻ കാരണം കേട്ടോ, ഇന്ന് മിനിഞ്ഞാന്ന് സംഭവം പത്രത്തിൽ വായിച്ചല്ലോ. സ്വന്തം മാതാവിന്റെ കഴുത്ത് അറുത്തു കൊന്ന മകനെ ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോടെ വിളിച്ചു പറയുക, ദേശത്തിന് വേണ്ടി, ഈ ദേശത്തിന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ യേശു വിളിച്ചൊരു കാര്യമുണ്ട്. ദേശമേ മറന്നു പോകരുത്. സ്വന്തം മാതാവിന്റെ കഴുത്തറുത്തു കൊന്ന മകൻ ഇന്ന് പകൽ നമ്മുടെ ദേശത്തിന് വേണ്ടിയല്ല, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് നമ്മുടെ ദേശത്തോട് വിളിച്ചു പറയുക. തീർന്നില്ല, എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. തീർന്നില്ല, എത്ര കുഞ്ഞുങ്ങളാണ് കഞ്ചാവിനടിമയാകുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് മദ്യത്തിനടിമയാകുന്നത്. ഇന്ന് നമ്മൾ ദേശമേ മറന്നു പോകരുത്. ഇന്ന് പകലിന് ശങ്കുറപ്പോൾ ദേശത്തെ വിളിച്ചു പറയുക. ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി യേശുവിനോട് പ്രവർത്തിക്കട്ടെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ തലമുറ ഏറ്റവും സന്തോഷിക്കപ്പെടുവാൻ, അവർ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ ഇന്ന് നമ്മൾ ഈ ദേശത്ത് നിന്നുകൊണ്ട് അസന്നിഗ്ധമായി ഞാൻ വിളിച്ചു പറയുകയാണ്. മറക്കരുത്. കർത്താവ് യേശു കടന്നു പോകും. ഏത് മക്കൾ നിർത്തുകയാണ്. യേശു കടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ഗോൽഗോത്ത എന്ന സ്ഥലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് യേശുവിനെ അവർ ക്രൂശിച്ചു. ഒരു കള്ളൻ എടുത്ത് വെളുപ്പുമായി, അത് ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ചു. ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണം. ഇന്ന് മകൾ ഒരു കാര്യം പറയണം. ദേശമേ, ആ കള്ളനായ 2 പേര് ഏറ്റവും കള്ളത്തരത്താൽ പിടിക്കപ്പെട്ടവരെ അവർക്കിനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. പക്ഷെ ആ സമയത്ത് ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചപ്പോൾ അടുത്ത കള്ളൻ പറഞ്ഞു, ആ കള്ളൻ യേശുവിനെ ഒന്ന് സ്വീകരിച്ചു.
ആ കള്ളനോട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകൽ പറയട്ടെ, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടോ? രണ്ട് കള്ളന്മാർ നടുവിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വീരവുമായി കിടക്കുന്ന ഒരുവനെ കണ്ടോ? അവനെ കർത്താവായ യേശു. ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ അവരെ ഉയർത്തുന്നത്, ഇന്ന് പകൽ സന്തോഷത്തോടെ, ആർപ്പോടെ, ശക്തിയോടെ, ബലത്തോടെ ഞാൻ ഉയർത്തുവാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും സകല പാപത്തെ ചുമന്നുകൊണ്ട് രണ്ട് കള്ളന്മാർ നടുവിൽ കിടക്കുന്ന യേശുവിനെ കണ്ടോ? അവനാ നിന്റെ പാപത്തിന് പ്രാശ്ചിത്തമായിട്ട് കിടക്കുന്നവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധീകരണം പറയുന്നു, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാ. ഇന്ന് പകൽ മനുഷ്യരുടെയും ദൈവത്തിന്റെ ഇടയിൽ ഒറ്റ മധ്യസ്ഥരേ ഉള്ളൂ. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോൾ വിളിച്ചു പറയാ, ഒറ്റ മധ്യസ്ഥരേ ഉള്ളൂ. ആ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്റെയും നിന്റെയും പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തന്റെ അവസാനത്തോടെ രക്തം വരെ കാലുറ്റി തന്നുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒറ്റ ഒരുവരേ ഉള്ളൂ. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ആ ക്രൂശിന്റെ അകത്ത് കിടന്ന് 7 മൊഴി പറഞ്ഞു യേശു അവസാനം ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടു. എന്താണ് യേശു വിളിച്ചതെന്ന് അറിയാമോ? ഇന്ന് പകൽ വാക്ക് നിർത്താം. കർത്താവ് യേശു വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറയുക, സകലതും നിവൃത്തിയായി. എന്താണ് സകലവും നിവൃത്തിയായത്? ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. കർത്താവ് യേശു രണ്ട് കള്ളന്മാർ നടുവിൽ കിടന്നുകൊണ്ട് ആകാശത്തിന് ഭൂമിയും മധ്യത്തിൽ, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഭൂമി കിടന്ന അവസാനത്തോട് രക്തം വരെ ഊറ്റി തന്നോട് വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി. എന്താ പറയാമോ? ഇന്ന് പകൽ ഈ ദേശത്തോട് വിളിച്ചു പറയുക, ഈ വെള്ളാക്കൂടിയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുക. യേശു വിളിച്ചു പറഞ്ഞതാണ് എന്താണ് നിവൃത്തി എന്ന് ചോദിച്ചാൽ, ഇനി മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരമായി ഇനി ഒരു കർമ്മങ്ങളും ശിക്ഷിക്കുന്നില്ല, ഇനി ഒരു യാഗങ്ങളും ശിക്ഷിക്കുന്നില്ല. യേശുവിന്റെ അവസാനത്തോട് രക്തം വരെ ഊറ്റി തന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവൃത്തിയായി. ഇനി നീ ചെരുപ്പിടാതെ നടക്കണ്ട, ഇനി നീ മലകൾ കയറണ്ട. ഇന്ന് പകൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് നീ വിശ്വസിച്ച് നീ വായുണ്ടേറ്റി പറയുമെങ്കിൽ ഈ രക്ഷ സൗജന്യമായി നൽകുന്ന പകല ഇന്ന് പകൽ ഒരു നിമിഷം ഹൃദയത്തിലേക്ക് ആ യേശു എന്ന് കടന്നു വരട്ടെ. ഇന്ന് പകൽ അനേകർ ഇവിടെ ദൈവത്തെ അന്വേഷിച്ച് മലകൾ കയറുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു നമ്മളെ അന്വേഷിച്ചിറങ്ങി വന്നവനാണ്. ഇന്ന് പകൽ അങ്ങനെ കർത്താവായ യേശു ഉറക്കെ വിളിച്ചു പ്രാണനെ വിട്ടു. എല്ലാവരും പറഞ്ഞു സുവിശേഷം ഇവിടം കൊണ്ട് തീർന്നു. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഇനി സുവിശേഷം ഇവിടം കൊണ്ട് തീർന്നെന്ന്. എന്നാൽ കേൾക്കണമോ, അന്നത്തെ ഒരു കാര്യം ചെയ്തു. അവര് വലിയൊരു കല്ലറയ്ക്കകത്ത്, യോസേപ്പിന്റെ കല്ലറയുടെ അകത്ത് യേശുവിനെ അവരടക്കം ചെയ്തു. വലിയ കാളവണ്ടി ചക്രം പോലെ കല്ലിരട്ടി വെച്ച് കല്ലറ അടച്ചു. റോമ ഗവൺമെന്റ് ഇന്ത്യയിലെ മുദ്രയാൽ കല്ലറ മുദ്ര ചെയ്യപ്പെട്ടു. ഇനി ഇവരൊരിക്കലും പുറത്തു വരികയും തീർന്നില്ല. പട്ടാളക്കാരെ കാവൽ നിർത്തി. എന്നാൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശുവിനെ 3 ദിവസമേ കല്ലറകത്തവർ കൊതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3 ദിവസമേ കല്ലറകത്തൊതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3ാമത്തെ ദിവസം മരണമേ നിന്റെ ജയമോടെ, മരണമേ നിന്റെ വിഷമുള്ളവരെ എന്ന് ചോദിച്ചുകൊണ്ട് 3ാം നാൾ പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നത് ഒറ്റ ഒരുവരുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് വെള്ളാങ്കുടി പ്രദേശത്ത് നിന്നുകൊണ്ട് ചങ്കുറപ്പെ വിളിച്ചു പറയാം, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു കല്ലറയോട് അവസാനിച്ചവരല്ല. അവൻ പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ച ഒറ്റ നേതാവുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് ചങ്കുറപ്പോടെയാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു 3ാമത്തെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് താൻ കടന്നുപോകും. എന്റെ വാക്കിൽ നിർത്തുകയാ. പക്ഷെ ഒറ്റക്കാര്യം എന്റെ വാക്കിൽ നിർത്താം. ആ പോയ കർത്താവ് ഞാൻ പോയതുപോലെ മടങ്ങി വരും. മനസ്സിലെ സ്നേഹിത, അധികം നാള് ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങളെപ്പോലെ ആളുകള് ഈ ദേശത്ത് ഇനി കാണത്തില്ല. താമസമെന്ന ഞാൻ കർത്താവ് യേശു മടങ്ങി വരാൻ സമയമായി. ഇന്ന് പകല് ഞങ്ങളെ പോലെ ഒത്തിരി രാജ്യങ്ങളില്
ഒത്തിരി സ്ഥലങ്ങളിൽ കവലകളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അഭിഷേക്തന്മാർ, ദൈവദാസിമാർ ശക്തിയോടെ ഓരോ സ്ഥലത്തും ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ പറയും, അധികം നാള് ഇത് പ്രസംഗിക്കാൻ ഞങ്ങൾ ഇവിടെ ഇല്ല, കാരണം ഞങ്ങൾ അരിമനാഥൻ മടങ്ങി വരാറായി. ഇന്ന് പകലില് യേശു മടങ്ങി വരാറായി. ഇന്ന് പകലില്, അതിനു മുമ്പ് ഇന്ന് പകലില് ഒരു നിമിഷം നിന്റെ ഹൃദയത്തെ ആ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ എത്ര പേര് തയ്യാറാകും? ഞാനൊരു പാപിയാണ്, ഞാൻ പാപത്തിൽ ജനിച്ചവരാണ്. യേശു അപ്പാ, ഇന്നും മുതൽ ആ കേട്ട വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എന്റെ പാപത്തെ അങ്ങ് ഏറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ യേശുപ്പാ, എനിക്ക് യേശുവിനെ വേണം. യേശുവിനെ രക്ഷകൻ കർത്താവായി എനിക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നീ ഇരിക്കുന്ന ഇരിപ്പിടത്തില്, നീ എത്ര ആളായിക്കോട്ടെ, എത്ര വലിയ വ്യക്തിമായിക്കോട്ടെ, ഒന്നും വിഷയമല്ല. നീ ഏത് ജാതിയിൽപ്പെട്ടവനാ, ഏതുമായിക്കോട്ടെ, ഒന്നും വിഷയമല്ല. ഒറ്റ നിമിഷം ആ യേശുവിനെ എനിക്ക് വേണം. എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇന്നു മുതൽ എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായി ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് ഒരു നിമിഷം വിട്ടു കൊടുക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയും? ഇന്ന് പകൽ രസത്തോടെ ഞാനൊരു കാര്യം പറയുകയാണ്. അതുകൊണ്ട് ആ വിട്ടുകൊടുക്കുമെങ്കിൽ ഇന്ന് പകൽ എൻ്റെ യേശു നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് വാഴുന്ന പകലാ. നിന്റെ ജീവിതത്തിൽ മധ്യഭാരത്തിൽ മാറ്റം വരുന്നത് പകലാണ്. നിന്റെ ജീവിതത്തിൽ നാളുകളായി രോഗത്താൽ ഭാരപ്പെട്ട് എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയല്ലേ, മദ്യത്തിന്റെ അടിമയിൽ കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ? അല്ല, നാളെ എനിക്ക് ജീവിക്കണ്ട, എന്റെ ജീവിതം ആത്മഹത്യ മാത്രം നീ മുന്നിൽ നിൽക്കുന്നെങ്കിൽ സ്നേഹിത, ഇന്ന് പകൽ ആ യേശു നിന്നെ ഹൃദ്യമായി സ്നേഹിക്കുക കേട്ടോ. നിന്റെ അപ്പന് നിനക്ക് നിന്നെ വേണ്ടായിരിക്കാം, അമ്മയ്ക്ക് വേണ്ടായിരിക്കാം, മക്കൾക്ക് നിനക്ക് ആർക്കും വേണ്ടായിരിക്കാം. എല്ലാവരും നിന്നെ മാറ്റി നിർത്തി നീ ഒറ്റയ്ക്കായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ യേശുവിന് നിന്നെ ആവശ്യമുണ്ട് കേട്ടോ. യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുക കേട്ടോ. അവസാനത്തോട് രക്തം വരെ ഇന്ന് പകലില് മറക്കരുത്. അവസാനത്തോട് രക്തം വരെ ആ കാലിൽ ഊറ്റി തന്നുകൊണ്ട് അവസാനം വിലാപ്പുറത്ത് ആ പട്ടാളക്കാർ കുത്തുമ്പോൾ രക്തം വന്നില്ല. അവസാനം യേശുവിനെ വന്നത് അല്പം വെള്ളം മാത്രം. സകല രക്തവും അവസാനത്തോട് രക്തം വരെ ആ കാലൂറ്റി തന്നുകൊണ്ട് നിന്റെ പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നിന്നെ സ്നേഹിച്ച ഒരുവന്റെ പേരാ കർത്താവ് യേശു. ഇന്ന് പകൽ സ്നേഹിത ആ യേശുവിലേക്ക് ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ? ഒരു കാര്യം പറയട്ടെ, ആ യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുക. പക്ഷെ ഒരു കാര്യം, ഈ സുവിശേഷം ഈ സ്ഥലങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ സുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കാത്ത ശക്തികളില്ല. ഈ സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ അനേകരെ ജയിലിന്റെ അകത്ത് അടയ്ക്കപ്പെട്ടു, അനേകരെ കഴുത്ത് വെട്ടിമാറ്റി, അനേകരെ എരിയുന്ന തീച്ചോളയിൽ ഇട്ടുകളഞ്ഞു, അനേകരെ നീറ്റിക്കക്കായ്ക്കകത്തിട്ടും നീറ്റിക്കളഞ്ഞു, അനേകരെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കളഞ്ഞു. എന്നിട്ടും സുവിശേഷയുടെ ജൈത്രയാത്ര തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയുന്നില്ല. ഇന്ന് പകൽ വിളിച്ചു പറയാം, ഈ സുവിശേഷം പ്രസംഗിക്കുന്ന കാരണത്താല് ഞങ്ങൾ അടിച്ചാലോ ഇടിച്ചാലോ ഞങ്ങളുടെ കഴുത്തറുത്ത് താടിയിട്ടാലോ അവിടെ കൊണ്ട് തീരുന്ന മാർഗമില്ല സുവിശേഷം. ഈ സുവിശേഷം ഇന്ന് എന്നെ കൊന്നാലും അല്ലെങ്കിൽ എന്നെ അടിച്ചാലോ എന്നെ ഇടിച്ചാലോ അവിടെ കൊണ്ട് തീരുകയില്ല. നാളെ എന്നെ അടിച്ചവരെ അല്ലെങ്കിൽ എന്നെ കഴുത്തറുത്തവരെ പ്രസംഗിക്കുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമായ കാര്യം ഇന്ന് മുതൽ മറക്കരുത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ആളുകളെ കവല തോന്നുന്നത് പ്രസംഗിക്കുമ്പോഴും അവർ പറയും, ഒരു കാലത്ത് സുവിശേഷത്തോട് എതിരെ നിന്നവരാ, ബൈബിൾ കത്തിച്ചവരാ, ദൈവദാസന്മാരെ അടിച്ചവരാ, അവരൊക്കെയാണ് ഈ സുവിശേഷം ഈ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകലില് ഈ യേശുവിലേക്ക് സാധ്യമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം ആ കടകളെ തുടച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വത്സല സഹോദര, പ്രിയ സഹോദരി, പ്രിയ പിതാവെ, പ്രിയ മാതാവെ, പ്രിയ കുഞ്ഞ്, നിന്റെ ജീവിതത്തിനകത്ത് മദ്യത്തിനാശ്രയിച്ച് എല്ലാം തീർന്നു, എല്ലാം ഇതിനെ മാറ്റി നിർത്തിയെന്ന് എല്ലാവരും തള്ളുമ്പോൾ ആ യേശു നിന്നെ സാധ്യമായി നിന്നെ സ്നേഹിക്കുക. ഞങ്ങൾ പറയും, ഇന്ന് പലൊരു കാര്യം വിളിച്ചു പറയാം, മറ്റ് ഒരുത്തരും രക്ഷയില്ല. രക്ഷമേ മറന്നു പോകരുത്, മറ്റ് ഒരുത്തരും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആകാശത്തിന് ഭൂമിക്ക് ഒറ്റ മാർഗം. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് പകലിന് ആ യേശുവിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ദേശത്തിലുള്ള ദൈവത്തിന് വചനം പറയുവാൻ ഞങ്ങളെ കർത്താവ് കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നു പകൽ കേട്ടവർ ആരുടെ ജീവിതത്തില് അതാ ദുഃഖത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ
എല്ലാം തീർന്നെന്ന് വിധി എഴുതുമ്പോൾ യേശുവിന്റെ സമാധാനം, യേശുവിന്റെ ശക്തിയെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. എല്ലാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ. ഈ പ്രദേശത്തെ കർത്താവേ, ഇവിടെയുള്ള വ്യാപാരി വ്യവസായികൾ പ്രാർത്ഥിക്കുന്നു. ഓട്ടോ ഡ്രൈവേഴ്സ് ഞങ്ങൾ ശ്രമിച്ച എല്ലാവരെയും, അവർ കൃഷി സംബന്ധം മൃഗസംബന്ധം സർവത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവ് പ്രാർത്ഥനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഓക്കെ. ഗോഡ് ബ്ലെസ് യു.